സർവശക്തനും സർവത്തിന്റെ സൃഷ്ടാവും മഹത്വത്തിന്റെ രാജാവുമായ ആ വലിയ ദൈവം നമ്മുടെ ഇടയനായിരിക്കുന്ന ആ ഒരു അവസ്ഥ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്ത സങ്കീർത്തനം 23-ാം അധ്യായമാണ്. നാം വളരെയധികം കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. അതിന്റെ 1-ാം വാക്യം, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആ അധ്യായത്തെ മുഴുവൻ സമ്മറൈസ് ചെയ്യുന്ന ഒരു വാക്യമാണ്. യഹോവ തന്റെ ഇടയനാണെന്ന് ദാവീദ് പറയുകയും അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ 1-ാം വാക്യത്തിൽ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ യഹോവ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ 2-ാം ഭാഗത്ത് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ യഹോവ ഇടയനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ ആൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും യഹോവ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ നമുക്ക് നോക്കുമ്പോൾ 1-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞതുപോലെ ദാവീദിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 5-ന്റെ അവസാന ഭാഗം എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു എന്ന് വായിക്കുന്നതിലൂടെ ഒരു ദാവീദിന് അനിവാര്യമായ കാര്യങ്ങൾ മാത്രമല്ല, അത് സമൃദ്ധിയായി നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ അവസാന വാക്യം, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കാനുള്ള അതിയായ ആഗ്രഹം ദാവീദ് പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 27-ന്റെ 4-ാം വാക്യം സങ്കീർത്തനം, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കേണ്ടതിന് തന്നെ. ഇപ്രകാരം യഹോവ ഇടയനായിരിക്കുന്ന ഒരു ആളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആ യഹോവയുടെ സാന്നിധ്യത്തിൽ വസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. യഹോവ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടയനായിരിക്കുന്നതിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഉത്തമമായ കാര്യം യഹോവ അവന്റെ ഇടയനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദാവീദിന്റെ മാത്രമല്ല ഇസ്രായേൽ മക്കളുടെ മുഴുവൻ ഇടയനായി യഹോവ ആയിരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോഹന്നാൻ 10:11 യേശു ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറയുന്നതിലൂടെ പുതിയ നിയമവിശ്വാസികളായി നമുക്ക് നല്ല ഇടയനായി യേശു നമ്മളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഈ 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മൾക്ക് യഹോവ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്ക് ആ അധ്യായത്തിന്റെ 2 മുതൽ 5 വരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകുവാൻ ദൈവശക്തനാണ്. എന്നാൽ യഹോവ എന്റെ ഇടയനാണെന്ന് പറയാനുള്ള, അല്ലെങ്കിൽ സർവശക്തനും സർവത്തിന്റെ സൃഷ്ടാവും മഹത്വത്തിന്റെ രാജാവുമായ ആ വലിയ ദൈവം നമ്മുടെ ഇടയനായിരിക്കുന്ന ആ ഒരു അവസ്ഥ, അതാണ് ഇതിലെല്ലാം ഉപരിയായി നമുക്ക് വളരെ അനുഗ്രഹമായ ഒരു കാര്യമായിട്ട് ഉള്ളത്. നമ്മുടെ ജീവിതത്തിലും ദാവീദ് പറയുന്നത് പോലെ ആ ഇടയന്റെ സാന്നിധ്യത്തിൽ അവന്റെ ആലയത്തിൽ നിത്യം വസിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ.